സമീപകാലത്ത് ഗൾഫിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തമാണ് കുവൈറ്റ് വിഷമദ്യ ദുരന്തം. നിരവധി മലയാളികൾക്ക് ജീവൻ നഷ്ടമായ മഹാദുരന്തം. പുതിയ ജീവിതം തേടി, പുതിയ സ്വപ്നങ്ങൾ തേടി പോയിട്ടുള്ള പ്രവാസ നാട്ടിലാണ് മലയാളികൾക്ക് ജീവൻ നഷ്ടമായത്. ഏതാണ്ട് 160-ലധികം പേർ ചികിത്സയിൽ കഴിയുന്നുവെന്ന് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയ മഹാദുരന്തത്തിനാണ് ഗൾഫ് സാക്ഷിയായത്. കുവൈറ്റിലെ ജലീബ് ബ്ലോക്ക് 4 ഇതാണ് വിഷമദ്യ ദുരന്തത്തിന്റെ മലയാളികൾ മരിച്ചു വീണ മഹാദുരന്ത ഭൂമിയായി മാറിയത്. നിരവധി മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ജലീബ് ബ്ലോക്ക്. നിർമ്മാണ തൊഴിലാളികൾ അടക്കമുള്ളവരാണ് ഇവിടെ താമസിക്കാറ്. ഇവിടെ വിതരണം ചെയ്ത മദ്യം അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള മദ്യം ഇവിടെ നിന്നുണ്ടാക്കുകയും ഇവിടെ വിതരണം ചെയ്യുകയും മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തിട്ടുള്ള മദ്യം, ഈ വിഷമദ്യമാണ് മലയാളികൾ അടക്കമുള്ളവരുടെ ജീവൻ അപഹരിച്ചത്. അമിതമായ തോതിൽ മെഥനോൾ കലർത്തിയതാണ് ഇത്രയധികം പേരുടെ ജീവനെടുത്തത്. നിരവധി പേരുടെ കാഴ്ചശക്തി പൂർണ്ണമായോ ഭാഗികമായോ നഷ്ടപ്പെടുകയും ചെയ്തു. ആരോഗ്യവകുപ്പിന്റെ അന്വേഷണത്തിൽ വലിയ തോതിൽ മെഥനോൾ അഥവാ മീഥൈൽ ആൽക്കഹോൾ കലർത്തിയതായി കണ്ടെത്തി. ഇതാണ് ഇത്രയും വലിയ ദുരന്തമുണ്ടായത്. നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ 50ഓളം പേരുടെ കാഴ്ചശക്തി പൂർണ്ണമായോ ഭാഗികമായോ ഒക്കെ നഷ്ടപ്പെടുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചത് ഈ മെഥനോളാണ്. കേരളത്തിൽ നമുക്കറിയാം, കല്ലുവാതുക്കൽ മദ്യദുരന്തമുണ്ടായപ്പോൾ 2000-ൽ ആ മഹാദുരന്തത്തിൽ അത്രയധികം ഏതാണ്ട് 30-ലധികം പേരുടെ ജീവൻ എടുത്തത് ഈ മെഥനോൾ തന്നെയായിരുന്നു. ആളുകളുടെ ജീവൻ എടുക്കുന്ന വിധത്തിൽ മെഥനോൾ കലർത്തുന്നത് അത് വീര്യം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെയാണ് കുവൈറ്റിലും പ്രയോഗിച്ചത്. പതിമൂന്ന് മരണമാണ് ആദ്യം കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നത്. 60ഓളം പേർ ആശുപത്രിയിലുണ്ടെന്നും ഇതിൽ 31 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നും ആരോഗ്യ മന്ത്രാലയം ആദ്യം അറിയിച്ചിരുന്നു. എന്നാൽ 2 ദിവസം കഴിയുമ്പോൾ മരണസംഖ്യ കുത്തനെ കൂടുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. മരണസംഖ്യ 2ാമത്തെ ദിവസം കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുമ്പോഴേക്കും 23 മരണമാകുന്നു. ആശുപത്രിയിൽ കഴിയുന്നവരുടെ എണ്ണം 160 വർദ്ധിക്കുകയും ചെയ്തു. അതിൽ ഏറ്റവും അധികം പേർ ഏഷ്യക്കാരാണെന്നും അതോടൊപ്പം തന്നെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഇവർ കഴിയുന്നതെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അദാൻ, ഫർവാനിയ, അബാസിയ ആശുപത്രികളിലാണ് ഏറ്റവും അധികം ആളുകളെ പ്രവേശിപ്പിച്ചിരുന്നത്. ഏറ്റവും പ്രധാനം, ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ ആളുകൾ പറഞ്ഞിരുന്നത് മദ്യം കഴിച്ചു എന്നല്ല, മറിച്ച് ശാരീരികമായ അസ്വസ്ഥതയുണ്ട്, ഛർദിയിലുണ്ട്, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പല പ്രവാസികളും ആശുപത്രിയിൽ സമീപിച്ചത്. ആ വിധത്തിലാണ് ആശുപത്രിയിൽ രേഖപ്പെടുത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഇതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് ആർക്കും മനസ്സിലായിരുന്നില്ല. ജലീബ് ബ്ലോക്ക് 4-ൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള മദ്യം സമീപ പ്രദേശങ്ങളിലേക്കൊക്കെ വാഹനത്തിലാണ് കൊണ്ടുപോയിരുന്നത്. കുറേ നാളുകളായി ഇവിടെ മദ്യം ഉൽപ്പാദിപ്പിക്കാറുണ്ടായിരുന്നു, ഇവർ വിൽപ്പന നടത്താറുണ്ടായിരുന്നു എന്നാണ് അവിടെയുള്ള തൊഴിലാളികളൊക്കെ തന്നെ പറഞ്ഞത്. പലയിടങ്ങളിലേക്ക് വാഹനത്തിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തിയത് കൊണ്ടാണ് പലയിടങ്ങളിലായി മരണവും അതോടൊപ്പം തന്നെ ആളുകൾ കുഴഞ്ഞു വീഴുന്ന സാഹചര്യവുമൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ദുരന്തമുണ്ടായ ആദ്യ ദിവസം ഞായറാഴ്ചയും തൊട്ടടുത്ത ദിവസം തിങ്കളാഴ്ചയും എത്രത്തോളം വ്യാപ്തിയുണ്ട് ഈ ദുരന്തത്തിനെന്ന് മനസ്സിലായിരുന്നില്ല. പിന്നീടാണ് പലയിടങ്ങളിൽ നിന്നും ആളുകൾ കുഴഞ്ഞു വീഴുന്നതായും ആളുകൾ മരിച്ചു വീഴുന്നതായും ആളുകൾ ഫ്ളാറ്റിൽ കഴിയുന്നവർ അവിടെ കിടന്നു മരിച്ചതായും ഒക്കെയുള്ള വിവരങ്ങൾ വരുന്നത്. അതാണ് പിന്നീട് കൂടുതൽ മരണസംഖ്യ അടുത്ത ദിവസങ്ങളിലേക്ക് വർദ്ധിക്കാൻ കാരണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാകുന്നത്. സമ്പൂർണ്ണ മദ്യനിരോധനമുള്ള രാജ്യമാണ് കുവൈറ്റ്. അവിടെയാണ് മദ്യം ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും അത് ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ മരിച്ചു വീഴുകയും ചെയ്തത്. അതിൽ ഉൽപ്പാദിപ്പിച്ചവരുടെ കൂട്ടത്തിലും വിതരണം ചെയ്തവരുടെ കൂട്ടത്തിലും ഉപയോഗിച്ചവരുടെ കൂട്ടത്തിലും മലയാളികളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. മദ്യം ഉപയോഗിക്കുന്നത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമായതുകൊണ്ട് തന്നെ പല ആളുകളും ഇതേക്കുറിച്ച് ആശുപത്രി അധികൃതരെ അറിയിക്കാൻ തയ്യാറായിരുന്നില്ല. കൂട്ടുകാരോട് പോലും പലരും പറഞ്ഞിരുന്നില്ല. അത് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയിട്ടുണ്ട്. മാത്രമല്ല, മദ്യം ഉപയോഗിച്ച് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളെ അത് പൂർണ്ണമായും അവരെ നാട്ടിൽ നിന്നും ആ രാജ്യത്ത് നിന്നും ഡീപ്പോർട്ട് ചെയ്യും, നാടുകടത്തുമെന്നാണ്
അറിയുന്നത്. കാരണം മദ്യം ആ രാജ്യത്ത് ഉപയോഗിക്കാൻ പാടില്ല. രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്ന വിധത്തിലാണ് ഇവർ പെരുമാറിയതെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇവരെ അവിടെ നിന്നും നാടുകടത്തും. പുതിയൊരു ജീവിതം, മെച്ചപ്പെട്ട ജീവിതം സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മളൊക്കെ ഗൾഫിലേക്ക് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്രവാസികളാകുന്നത്. ഇവിടെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അധ്വാനിക്കുന്നത്. പക്ഷേ കുവൈറ്റിലെ ഈ ദുരന്തം അതൊന്നുമല്ല വ്യക്തമാക്കുന്നത്. ഇവിടെ എത്തിയിട്ടുള്ള ആളുകൾ, മലയാളികൾ തന്നെ പലരും ഇതുപോലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു. മദ്യം ഉൽപ്പാദിപ്പിക്കുന്നു, അത് വിതരണം ചെയ്യുന്നു, അത് ഉപയോഗിക്കുന്നു. ഇവിടെ വെച്ച് ജീവിതം അവസാനിക്കുന്നു. ഒന്ന് ഓർത്തു നോക്കുക, ഈ വരുമാനം കൊണ്ട് ജീവിക്കാമെന്ന് സ്വപ്നം കണ്ടു കഴിയുന്ന എത്രയോ പേർ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടിലുണ്ട്. അവരോടൊക്കെ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ഇത്. കുവൈറ്റിൽ ഒരു തീപിടുത്തമുണ്ടായപ്പോൾ അവിടെ ജീവൻ നഷ്ടപ്പെട്ട മലയാളികളെ ഓർത്ത് നമ്മൾ നൊമ്പരപ്പെട്ടിട്ടുണ്ട്. അവരുടെ കുടുംബത്തിൻ്റെ കണ്ണീരിൽ നമ്മൾ പങ്കാളികളായിട്ടുണ്ട്. ഇന്നും കുവൈറ്റിൽ നിന്ന് തന്നെയാണ് ഇത്തരം ദുരന്തം വരുന്നത്. പക്ഷേ ഈ ദുരന്തം പലരും ക്ഷണിച്ചു വരുത്തിയതാണ്. പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള നാട്ടിൽ ആ രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങളെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ജീവിക്കുക, അത് ക്രിമിനൽ കുറ്റം തന്നെയാണ്. സ്വന്തം ജീവിതത്തിനോട് ചെയ്യുന്ന ക്രിമിനൽ കുറ്റമാണ്. നമ്മുടെ ഉറ്റവരോടും ഉടയവരോടും നമ്മൾ കാണിക്കുന്ന മനുഷ്യത്വമില്ലാത്ത ഹീനകൃത്യമാണ്.